മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം. ഉടൻ തന്നെ പുതിയ പേര് നിർദ്ദേശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. ടി.ആർ. ശിവരാജനോ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ കേരളം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ കേന്ദ്ര നിർദ്ദേശം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ടി.ആർ. ശിവരാജനെ മാറ്റിയത്. മുല്ലപ്പെരിയാറിൽ വിദഗ്ധ സമിതിയിൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതിലാണ് കേരളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ശിവരാജനെ മാറ്റിയത്. ഇതിൽ കേരളം വലിയ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. കാരണം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കേന്ദ്രം കടന്നപ്പോൾ ഒരു കൂടിയാലോചനയും നടത്തിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ UP സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയെ വിദഗ്ധ സമിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മറ്റൊരു നിലപാട് തിരുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം പുതിയ പ്രതിനിധിയെ ആരാണെന്ന് അറിയിക്കാനുള്ള ഒരു നിർദ്ദേശം കേരളത്തിന് നൽകിയിരിക്കുകയാണ്. ആ നിർദ്ദേശം ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ആരെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ നാമനിർദ്ദേശം ചെയ്യുന്ന ആളുടെ പേര് കേന്ദ്ര സർക്കാരിന് നൽകുമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.